ഒന്നാമത്തെ ഒരു ചോദ്യം, ഒരു യുക്തിവാദിയുടെ കമന്റ് ആയിട്ട് ചോദിച്ചിട്ടത്, ഇസ്ലാമിൽ ആരാധനകൾ എന്തൊരു ബോറാണ്, രാവിലെ പോയി നിസ്കരിക്കണം, ഉച്ചയ്ക്ക് വീണ്ടും വൈകുന്നേരം രണ്ടു തവണ രാത്രി ശ്വാസം വിടാതെ നിസ്കരിക്കാൻ വേണ്ടി ഓടുന്നു, എന്ത് ചന്തമാണ് ഇതിലൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിലെ ആരാധനകൾ ഭയങ്കര ബോറാണെന്നാണ്, അല്ലെങ്കിൽ അതെന്താണ് സംഭവം, അല്ലെങ്കിൽ അതിലെന്താ ഇപ്പൊ ഉള്ളത് എന്നുള്ളത്. ഇപ്പൊ ഇൻഷാ അള്ളാ ബാക്കിയുള്ളവർ മറുപടി പറയും. പക്ഷെ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് വെച്ചാല്, നമ്മുടെ ഈ നൃത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, നൃത്തം അല്ലെങ്കിൽ ഡാൻസ്, ഇതൊക്കെ ഈ മ്യൂസിക്കോ അല്ലെങ്കിൽ അതിന്റെ പാട്ടോ ഓഫാക്കിയിട്ട് നമ്മൾ നൃത്തം കേട്ട അങ്ങനെ കണ്ടാ അങ്ങനെ ഉണ്ടാവും. കുറെ ആൾക്കാർ എന്തൊക്കെ കളിക്കുന്നവർ തോന്നും. അപ്പോ പക്ഷെ അതിന് എന്തുണ്ടാവും, എന്തെങ്കിലും ഒരു പാട്ട് അതിനുണ്ടെങ്കിൽ ആ പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ ചലനം, അതിന് ശാസ്ത്രീയമായിട്ടോ അല്ലാതെയൊക്കെ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനം ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാവുന്നത്? ഈ ചലനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ആരാധനകൾ, നിസ്കാരം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, കൈ കെട്ടുന്നു, പിന്നെ അതിനുശേഷം അടുത്തൊരു ചലനത്തിലേക്ക് പോകുന്നു, ഇതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ഇവർ കളിച്ചു കൂട്ടുന്നത്. പക്ഷെ എപ്പോഴാണ് ആ ആരാധനകൾക്ക് ഒരു മീനിങ് ഉണ്ടാവുന്നത്? അത് അതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള, അല്ലെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടുള്ള വിശ്വാസത്തെയും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അതിന്റെ ബേസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന് മീനിങ് മനസ്സിലാവുന്നതും. അങ്ങനെ മനസ്സിലായാൽ യഥാർത്ഥത്തിൽ ഈ ചോദ്യം നേരെ തിരിച്ചാണ് ചോദിക്കുക. പിന്നെ ഇങ്ങനെ നിസ്കരിക്കുക, അവിടെ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ഏറ്റവും സംതൃപ്തി കിട്ടുന്നതും അവൻ ഏറ്റവും മനസമാധാനം കിട്ടുന്നതും, ഇൻ കേസ് എപ്പോഴെങ്കിലും മനസമാധാനത്തിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, എത്രയും പെട്ടെന്ന് തന്റെ രക്ഷിതാവിലേക്ക് തിരിച്ചോടി പോയിക്കൊണ്ട് സുജൂദിൽ കിടക്കാനാണ് ഒരു വിശ്വാസി ആലോചിക്കുക. ഈ ഒരു ബേസ് ഇല്ലാത്ത ഒരാളിങ്ങനെ നോക്കുമ്പോൾ ഈ പിന്നെ എന്താ പറയാ, പാട്ടില്ലാതെ ഡാൻസ് കാണുന്നത് പോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നതാണ് ഒരു പക്ഷെ തോന്നുക. അതിനപ്പുറത്ത് ഈ വിശ്വാസത്തെ കുറിച്ച് അറിയുന്ന, അണ്ടർലൈങ് ആയിട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള, എല്ലാ പിന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള ഒരു പരിഹാരമാണ് തന്റെ റബ്ബിനോട്, തന്നെ സൃഷ്ടിച്ച, തനിക്ക് ഈ പ്രയാസങ്ങൾ അടക്കം സംവിധാനം ചെയ്ത, അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ സംവിധാനം ചെയ്ത പടച്ചവന്റെ മുന്നിൽ അത് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ ആരാധനകളുടെ എല്ലാം കാമ്പ് എന്നുള്ളതാണ് ഒരു പ്രൈമറി റെസ്പോൺസ് ആയിട്ട് പറയാനുള്ളത്.